റംദാൻ നാളിൽ പോലും വർഗീയതയുടെ കൊടും വിഷം തുറന്നുവിട്ട ജിഹാദികൾ അമുസ്ലിങ്ങളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റംദാൻ മാസത്തിൽ മുസ്ലിം കടയുടമകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങാനാണ് മുസ്ലിം സമുദായത്തിലുള്ളവരോട് ജിഹാദികൾ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് സംഭവം നടന്നത്. വാട്സാപ്പ്, ട്വിറ്റർ വഴി സോഷ്യൽ മീഡിയയിൽ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സഹോദരന്മാരോട് ഇഫ്താർ ഇനങ്ങൾ അവരുടെ സമുദായത്തിലെ ആളുകളിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്നാണ് ഇവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. തൻവീർ എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു ഐഡിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ അബദ്ധവശാൽ പോലും ഒരു അമുസ്ലിം കടയിൽ നിന്നോ വണ്ടിയിൽ നിന്നോ ഇഫ്താറിനായിട്ടുള്ള ഒരു സാധനങ്ങളും എടുക്കരുതെന്നും, കാരണം അവയിൽ വിദ്വേഷം കാരണം അവർക്ക് അതിൽ എന്തെങ്കിലും കലർത്തി കാണും, അല്ലെങ്കിൽ കലർത്തി നമ്മൾക്ക് തരും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ സമൂഹത്തിലെ വ്യാപാരികളിൽ നിന്ന് മാത്രം റംദാനിലേക്ക് ആവശ്യ വസ്തുക്കൾ വാങ്ങുക. നിങ്ങളുടെ ആളുകളോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യണമെന്നാണ് ജിഹാദികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഭോപ്പാലിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചിലർ ഇതിനെ തെറ്റാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വ്രതശുദ്ധിയുടെ ഈ റംദാൻ നാളിലും വർഗീയത കലർത്താനാണ് ജിഹാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി മത ഭേദമില്ലാതെയാണ് ലോകത്തെമ്പാടും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. സമാധാനത്തോടെ നടക്കുന്ന പരിപാടികളിൽ പോലും വർഗീയതയുടെ വിഷം കലർത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കടുത്ത ഹിന്ദു വിരോധമാണ് ഇവരുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുന്നത്. റംസാൻ വ്രതത്തിന്റെ പശ്ചാത്തലത്തിൽ തെലങ്കാനയിലാകട്ടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് 1 മണിക്കൂർ ജോലി സമയം ഇപ്പോൾ കുറച്ച് നൽകിയിരിക്കുകയാണ്. ഇതിനെതിരെ ഇപ്പോൾ BJP രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഈ തീരുമാനത്തിനെതിരെ വിമർശിച്ചുകൊണ്ടാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. മാർച്ച് ആദ്യത്തിൽ തുടങ്ങുന്ന റംസാൻ വ്രത ആരംഭം മുതൽ 1 മാസത്തേക്കാണ് ജോലി സമയത്തിൽ 1 മണിക്കൂർ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. തെലങ്കാന ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളിലെയും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ, അധ്യാപകർ, കരാർ ജീവനക്കാർ തുടങ്ങിയവർക്കാണ് പതിവ് ജോലി സമയം അവസാനിപ്പിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഓഫീസ് വിടുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ തെലങ്കാന സർക്കാർ തീരുമാനം പ്രീണനമെന്ന് ആരോപിച്ചുകൊണ്ട് BJP രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകണം, അല്ലെങ്കിൽ ആർക്കും നൽകരുതെന്നും ഇത് മതപരമായ ഭിന്നത വർദ്ധിപ്പിക്കുമെന്നും BJP MLA ആയ രാജ് സിംഗ് ആരോപിച്ചിരുന്നു. ദേശീയ തലത്തിലും BJP ഇത് പ്രചരണ ആയുധമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ BJP ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങൾക്കും ആചാരങ്ങൾക്കും ഇത്തരത്തിൽ അവധി നൽകാറുണ്ട്. എന്നാൽ ദസറയ്ക്ക് 13 ദിവസമാണ് തെലങ്കാന സർക്കാർ അവധി നൽകിയതെന്നും കോൺഗ്രസ് സംസ്ഥാന ഘടകം വിശദീകരിക്കുകയാണ്. അതേസമയം റംദാൻ മാസത്തിലെ പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കരുതെന്നും അത് വിൽക്കരുതെന്നും അതിന് നിയന്ത്രണങ്ങളുമായി ഇപ്പോൾ ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവയ്ക്ക് പ്രത്യേക പെർമിറ്റുകൾ വിതരണം ചെയ്തുവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇഫ്താറിന് മുൻപ് തന്നെ കടകൾക്ക് പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കരുതെന്നും ചില നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റംദാൻ പകൽ സമയങ്ങളിൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും മാളുകളിലും ഭക്ഷണം വിളമ്പരുതെന്നും അതേസമയം പാഴ്സലായി വിൽപ്പന നടത്താൻ അനുമതി നൽകും. അടുക്കളയിൽ വെച്ച് മാത്രമേ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നതാണ് മറ്റൊരു നിബന്ധന. തുറസായ സ്ഥലങ്ങളിൽ, ആളുകൾ കാണുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.